നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഇന്ന് നിർണായക ദിനമാണ്. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. കരിമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കമ്പനി മാസപ്പടി കൊടുത്തുവെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രധാന ആരോപണം. ഇതിൽ താൻ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ MLA ഹർജി ഫയൽ ചെയ്തത്. ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. 3 ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പരാതി. രേഖകൾ സഹിതമാണ് അദ്ദേഹം വിജിലൻസിൽ പരാതി സമർപ്പിച്ചത്. സേവനങ്ങളൊന്നും നൽകാതെയാണ് CMRL-ൽ നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നാണ് ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL MD, എക്സാലോജിക് MD എന്നിവരെല്ലാം എതിർകക്ഷികളാണ്. കേസ് തള്ളണമെന്നാണ് വിജിലൻസ് വാദം. ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ നേരത്തെ എതിർത്തിരുന്നു. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ മാസപ്പടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടിയിരുന്നു. വീണ വിജയനും എക്സാലോജിക്, CMRL എന്നീ കമ്പനികൾക്കും നോട്ടീസ് നൽകുന്നതിലാണ് നിയമോപദേശം തേടിയത്. എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകുമെന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. EDയുടെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വലിയ പ്രഹരമായിരിക്കുകയാണ്. ED ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ്. മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണെന്ന് ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട്. മകൾ മാസപ്പടി കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിയിലേക്കും നീളുമെന്ന് വ്യക്തമാണ്. സേവനമൊന്നും നൽകാതെ എക്സാലോജിക് CMRL-ൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO അന്വേഷണം നടത്തിവരികയാണ്. ഇതിന്റെ ചുവട് പിടിച്ച് EDയുടെ കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സാലോജിക്കും CMRL കമ്പനിയും ഉൾപ്പെടുന്നു. SFIOയുടെ അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് വലിയ തിരിച്ചടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.